ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 83ാമത്തെ പാർട്ടാണ്. ഇന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ദത്തൻ ഒന്നും മിണ്ടാതെ സെറ്റിയിൽ വന്നിരുന്നു. നെറ്റിയിൽ ഇരു കൈകളും മുട്ടിച്ചു കുനിച്ച് കണ്ണടച്ചിരിക്കുന്ന ദത്തനെ എല്ലാവരും നോക്കി നിന്നു. സത്യത്തിൽ ഇവിടെ എന്താ നടന്നേ? ഞങ്ങൾ എത്തിയതിന് ശേഷമല്ല അഭിജിത്ത് ഇവിടെ എത്തിയത്. പിന്നെ എങ്ങനെ പറഞ്ഞേ ഉപദ്രവിച്ചു? മുത്തശ്ശി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത്ര സമയം തന്നെ വല്ലാത്തൊരു ഭാവത്തിൽ നിമ്മി അഭിജിത്തിന്റെ മുന്നിൽ വന്നു നിന്നു. എന്താ ജിത്തു ഇവിടെ നടക്കണേ? നീയാണോ പറഞ്ഞയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം? ആണെങ്കിൽ നീ എന്തിനിത് ചെയ്തു? നിമ്മി അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് വേണ്ടിയാ നിമ്മി, നമ്മുടെ കല്യാണത്തിന് വേണ്ടിയാ ചെയ്തേ. അബി അത് പറഞ്ഞ എല്ലാവരുടെയും മുഖത്ത് അതിശയം നിറഞ്ഞു. നമ്മുടെ വിവാഹത്തിന് ആദ്യം മുതൽ പാർവതിക്ക് എതിരായിരുന്നല്ലോ. അവൾ സ്നേഹിച്ചതും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതും ദേവദത്തൻ്റെ കൂടെയാ. പക്ഷെ ആ സ്ഥാനം വർണ്ണ തട്ടിയെടുത്തു. വർണ്ണ എൻ്റെ മുറപ്പെണ്ണ, ആമി എൻ്റെ പെങ്ങളും. അതറിഞ്ഞപ്പോൾ പാർവതി എനിക്കൊരു ചോയ്സ് തന്നു. വർണ്ണയെ ദേവദത്തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് പാർവതി ആയാൽ എൻ്റെയും നിമ്മയുടെയും കല്യാണത്തിന് അവൾ സമ്മതിക്കാമെന്ന്. അല്ലെങ്കിൽ എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ വിവാഹം മുടക്കുമെന്നും പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ എതിർത്തു. എന്തൊക്കെ പറഞ്ഞാലും വർണ്ണ എൻ്റെ ചോരയല്ലേ. പിന്നെ ദേവദത്തിന് അവളോടുള്ള സ്നേഹം ഞാനും ഒന്ന് കാണേണ്ടതല്ലേ. പക്ഷെ അതിനേക്കാളെല്ലാം എനിക്ക് പ്രാധാന്യം എൻ്റെ പൂർണ്ണിയായിരുന്നു. എൻ്റെ പൂർണ്ണിയോടൊപ്പമുള്ള ജീവിതമായിരുന്നു. അതിനുവേണ്ടി ഞാൻ സ്വാർത്ഥനായി. പാർവതി പറയുന്ന എല്ലാം സമ്മതിച്ചു. പാർവതി വിളിച്ചിട്ടാണ് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞ് ഇവിടേക്ക് വന്ന്. എനിക്കായി വാതിൽ തുറന്നു വന്നത് ഇവളാ. എന്നിട്ട് മറഞ്ഞു നിന്നു. വർണ്ണയെ ഒന്ന് പേടിപ്പിച്ച് ഇവിടെ നിന്ന് ഓടിക്കാനാണ് പാർവതി എന്നോട് ആവശ്യപ്പെട്ടേ. അവൾ പറയുന്നതിനനുസരിച്ച് ഞാൻ വർണ്ണയെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിച്ചു. പക്ഷെ വർണ്ണ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. എല്ലാം കൈവിട്ടു പോകുന്നതായപ്പോൾ പാർവതി കളം മാറ്റി ചവിട്ടി. ഞാൻ മാത്രം തെറ്റുകാരനായി. വർണ്ണയുടെ മുന്നിൽ ഞാൻ മോശക്കാരനും ഇവൾ വലിയ രക്ഷകയുമായി. എല്ലാവരും വന്നപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ അടുക്കള ഭാഗത്തെ ഡോറ് തുറന്നു വന്നത് ഇവളാ. ശേഷം പറമ്പ് വഴി റോഡിലേക്ക് ഓടി. ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് ഇവളാണ്. അവസാനം കള്ളം പൊളിയെന്നായപ്പോൾ ഞാൻ മാത്രം കുറ്റക്കാരൻ. അതിന് ഞാൻ സമ്മതിക്കില്ല പാർവതി. നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. എന്നിട്ട് പാവത്തെ പോലെ അഭിനയിക്കുന്നു. പറഞ്ഞു തീരും മുമ്പേ ധ്രുവിയുടെ കൈകൾ അബിയുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. എൻ്റെ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞോണ്ടത് പൊന്ന മോനെ, നീ 2 കാലിൽ എണീറ്റ് നടക്കില്ല. ധ്രുവി അവൻ്റെ കഴുത്തിൽ പിടിച്ചു പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു മാറ്റി. അബി പറഞ്ഞൊക്കെ സത്യമാണോ ചേച്ചി? നിമ്മി ചോദിച്ചു. അല്ല മോളെ, ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? വർണ്ണ അവളെനിക്ക് സ്വന്തം അനീതിയെ പോലെയാ. മതി പാർവതി, അബി പറഞ്ഞു സത്യ. ഇതെല്ലാം അഭിജിത്ത് ആദ്യം പറഞ്ഞത് എന്നോടാ. അന്ന് ഞാൻ പാർവതിക്ക് താക്കീത് കൊടുത്തതാ. അതോടെ ഞാൻ അവളുടെ ശത്രുപക്ഷത്തായി. ചന്ദ്രശേഖരൻ കൂടെ അബിയുടെ പക്ഷത്ത് നിന്നതും തറവാട്ടിലുള്ളവർ അവൻ പറഞ്ഞു വിശ്വസിച്ചു. എന്തിനാ പാർവതി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത്രയ്ക്കും സ്വാർത്ഥയാവരുത്. അല്ലെങ്കിലും ചെറുപ്പം മുതൽ കൂടെ നടന്ന ശീലുവിനെ അപകടപ്പെടുത്താൻ നോക്കിയെങ്കിൽ ഇന്നലെ കയറിന് വന്ന വർണ്ണയോട് അങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളോ? മാലതി പറഞ്ഞു. ഇല്ല, പാർവതി കള്ളം പറഞ്ഞിട്ടില്ല. എനിക്കറിഞ്ഞൂടെ അവളെ. എന്നേക്കാ കൂടുതൽ ആർക്കും അറിയുകയില്ല. ഈ മുഖത്ത് നോക്കിയാൽ അറിയാം അവൾ പറയുന്നത് സത്യമാണോന്ന്. തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറയുന്ന ധ്രുവിയെ കണ്ട് പാർവതി അത്ഭുതപ്പെട്ടു. അത് കേട്ട് അഭിജിത്ത് ഉറക്കെ ചിരിച്ചു. നിന്നെ ഇവള് പൊട്ടനാക്കുമായിരുന്നു. അത് മനസ്സിലാവാതെ നീ അവളെ ചേർത്ത് പിടിക്കണു. എടാ നിന്നെ! ധ്രുവി അവന് നേരെ പാഞ്ഞു. നിർത്ത! ദത്തൻ്റെ അലർച്ചയിൽ എല്ലാവരും ഒന്ന് ഞെട്ടി. അവൻ ഇരുന്നിടത്ത് എണീറ്റ് അഭിജിത്തിൻ്റെ അരികിലേക്ക് നടന്നു. പാർവതിയും വർണ്ണയും തനിച്ചാക്കി നിങ്ങളെല്ലാവരും എവിടേക്കാ പോയേ? മുത്തശ്ശി നേർക്കായിരുന്നു ആ ചോദ്യം.
ഞങ്ങൾ ജോത്സ്യൻ്റെ അടുത്തേക്ക് പോയതാ. പാർവതിക്ക് വയ്യാത്തോണ്ട് പറഞ്ഞേ അവൾക്ക് ഇവിടെ കൂട്ടായിരുത്തി. അത് കേട്ടത് ദത്തൻ അഭിജിത്തിന് നേരെ തിരിഞ്ഞു. അപ്പൊ പാർവതി പറഞ്ഞിട്ടാണ് അഭിജിത്ത് ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ? കൈകെട്ട് നിന്ന് ശാന്തമായാണ് ദത്തൻ ചോദിച്ചെങ്കിലും അവൻ്റെ കണ്ണിലെ അഗ്നി എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു. അതെ, പാർവതി പറഞ്ഞിട്ടാ. ഡോ നിന്നെ! ധ്രുവി അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. ഞാൻ അവനോട് സംസാരിക്കുന്ന കാണുന്നില്ലേ ധ്രുവി നിനക്ക്? ഇങ്ങനെ തല്ലാനും മാത്രം ഇവിടെ എന്താണ്ടായേ? സമാധാനത്തോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ ഞാൻ. ഈ ദേഷ്യം അത്ര നല്ലതല്ല ധ്രുവി. അഭിജിത്ത് വാ, ഞാൻ ചോദിക്കട്ടെ. അഭിയുടെ തോളിലൂടെ കൈയിട്ട് ദത്തൻ അവനെ സെറ്റിയിൽ കൊണ്ടുവന്നിരുത്തി അവൻ്റെ ഓപ്പോസിറ്റായി വന്നിരുന്നു. അപ്പോൾ അഭിജിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. പിന്നെ ഇനി മാറ്റി പറയരുത്. ഞാനെന്തിനു മാറ്റി പറയണം? ഞാൻ പറയുന്ന സത്യ, അത് മാറ്റി പറയേണ്ട കാര്യം എനിക്കില്ല. ഓക്കെ, അഭിജിത്ത് പറഞ്ഞ് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിച്ചു. ദത്തൻ പറയുന്ന കേട്ട് അഭി ഒന്ന് ആശ്വസിച്ചു. ദേവ ഇവൻ... ധ്രുവി വേണ്ട, ഞാൻ പറയട്ടെ. ദത്തൻ്റെ മനസ്സിലുള്ളത് എന്താന്ന് മനസ്സിലാക്കിയ പാർത്തി ധ്രുവിയെ തടഞ്ഞു. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോയിരുന്നു, ചാലക്കുടി. വെറുതെ കടൽ കാണാൻ പോയതാ. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടു. 10-24 വയസ്സ് കാണും. പേര് ഗാഥ. പാവം, കുറച്ചു കാലം മുമ്പ് ഒരു ചെറ്റ അവളെ പ്രേമം നടിച്ച് ചതിച്ചു. അമ്പലത്തിൽ വെച്ച് പേരിനൊരു താലി ചേർത്തി കല്യാണ നാടകവും കളിച്ചു. ഒരുമിച്ച് ഒരു 5-6 മാസം കഴിയുകയും ചെയ്തു. അവസാനം അവൾക്കൊരു കൊച്ചിനെയും കൊടുത്ത് ആ ചെറ്റ സ്ഥലം വിട്ടു. ഇങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അഭിജിത്തിൻ്റെ അഭിപ്രായം? അങ്ങനെയുള്ളവരെ ഓലക്കൊക്കെ അടിക്കുക തന്നെ വേണം. മുഖത്തെ പതർച്ച മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അഭിജിത്ത് പറഞ്ഞു. അഭിക്ക് അറിയോ ഈ കുട്ടിയെ? ചാലക്കുടിയിലെ ഗാഥയെ. ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അറിഞ്ഞ് ആ കുട്ടിക്ക് അഭിജിത്തിനെ അറിയാന്ന്. നിങ്ങൾ പണ്ടേ ഒരേ കോളേജിലായിരുന്നു. ഓർമ്മയില്ലേ? ഗാഥ SM കോളേജിലെ ഗാഥയെ. ചാലക്കുടി ഹൈസ്കൂളിലെ മലയാളം ടീച്ചർ ഗാഥ. ദത്തൻ ചോദിക്കുന്നതിനനുസരിച്ച് അഭിയുടെ മുഖം മാറി മാറി വന്നു. ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ കാലമായില്ലേ. ഓ അങ്ങനെയാണോ? പക്ഷെ ആ കുട്ടി പറഞ്ഞു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഒരു കൊല്ലവും 3 മാസം മുമ്പ്. ദത്തൻ കയ്യിൽ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. സാരമില്ല, കുറേ പേരുടെ മുഖം ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നതല്ലേ, ഓർമ്മ കാണില്ല. ചിലപ്പോൾ നേരിട്ട് കണ്ടാൽ മനസ്സിലായാലോ, പാർത്തി പറഞ്ഞു. ദത്തൻ പാർത്തിയെ നോക്കിയതും അവൻ പുറത്തേക്ക് പോയി. കയ്യിലൊരു കുഞ്ഞുമായി അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ട് എല്ലാവരും സംശയത്തോടെ നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗാഥ. ഓർമ്മയുണ്ടോ അഭിജിത്തെ? ഓർമ്മ കിട്ടുന്നില്ല. ഗാഥയ്ക്ക് അഭിജിത്തിന് ഓർമ്മയില്ലേ? അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന മുഖമല്ലല്ലോ അത്. ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു പൊച്ച നിറഞ്ഞു വന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കണ്ട സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ദത്തൻ സെറ്റ് ചെയ്യുന്ന എണീറ്റ് തൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് മുകളിലേക്ക് കയറ്റി. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ ചേട്ടയെ പോലെയുള്ളവരെ എന്ത് ചെയ്യണമെന്ന് അഭിജിത്ത് പറഞ്ഞ്? അങ്ങനെയുള്ളവരെ ഓലക്കൊക്കെ അടിക്കണമെന്ന്. ഒലക്ക. കാര്യം ഇത് പഴയ തറവാടാണെങ്കിലും അഭിജിത്ത് പറഞ്ഞ ആ സാധനം ഇവിടെ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്ത ഷർട്ട് പുറത്തേക്ക് ഇട്ടുകൊണ്ട് ദത്തൻ ആലോചിച്ച് അഭിജിത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഒലക്കയില്ലെങ്കിൽ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ദത്തൻ അത് പറഞ്ഞ് അരയിലെ ബെൽറ്റ് അഴിച്ചു മാറ്റി. ദത്തൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും നിന്നു. നിനക്ക് ഇവനെ അറിയില്ല.
അല്ലട പൊന്ന മോനെ. ദത്തന്റെ ബെൽറ്റ് അഭിജിത്തിന്റെ മേൽ വന്ന് പതിച്ചു. അമ്മേ! അവന്റെ കരച്ചിൽ അവിടെ അലയടിച്ചു. നീ എന്താ ചെയ്യുന്നേ? കാര്യങ്ങൾ വഷളാവുമെന്ന് മനസ്സിലായതും ചന്ദ്രശേഖരൻ കയറി ഇടപെട്ടു. എന്റെ കൺമുനീന്ന് മാറിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും വേണ്ടത്. അമ്മാവനാണ് അമ്മായിയപ്പനാണെന്നൊന്നും നോക്കില്ല. ദത്തന്റെ അലർച്ചയിൽ അയാൾ പിന്നിലേക്ക് നീങ്ങി. പറയടാ, നിനക്ക് ഗാഥ അറിയില്ലേ? അടുത്ത അടി അവന്റെ മേൽ വീണു. ഇല്ല. സത്യം പറയാതെ നീ ഇവിടെ നിന്ന് ഒരടി നീങ്ങില്ല. ദത്തന്റെ ബെൽറ്റിന്റെ വീണ്ടും വീണ്ടും അവന്റെ ശരീരത്തിലുടനീളം പതിഞ്ഞു. ആ ഭാഗം ആകെ നീറിപ്പകഞ്ഞു. അറിയാം, എനിക്ക് അവളെ അറിയാം. അവൻ വേദനയിൽ അലറി. എങ്ങനെ? എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നൊന്നുമില്ല. അതോടെ വീണ്ടും ദത്തന്റെ ബെൽറ്റിന്റെ അടി വീണിരുന്നു. മതി, ഇനി എന്നെ തല്ലരുത്, ഞാൻ സത്യം പറയാം. വേദന കണ്ടതും പൊളയുന്ന അഭി പറഞ്ഞു. ഞാൻ അത് ചെയ്ത് എൻ്റെ ഭാര്യ ഗാഥ, അത് ഞങ്ങളുടെ കുഞ്ഞ. അവൻ പറയുന്ന കേട്ട് എല്ലാവരും അമ്പരന്നു. ജിത്തു! നിമ്മി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. നീ പറഞ്ഞത് ശരിയാ, ഇത് നിന്റെ കുഞ്ഞ. പക്ഷെ ഇതിന്റെ അച്ഛൻ നീയല്ല. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം അച്ഛനാവില്ലല്ലോ. ഒരു ചെറുപ്പക്കാരൻ ഗാഥയുടെ അരികിലേക്ക് വന്നു. ഞാൻ ഗാഥയുടെ ഹസ്ബൻഡ്. എൻ്റെ അമ്മായിയുടെ മകളാണ് ഗാഥ. ഇവൻ ചതിച്ചിട്ട് പോയപ്പോൾ ഇവളെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1 മാസമാവുന്നേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ കുഞ്ഞാ. പിന്നെ ഇവൻ അന്ന് നടത്തിയത് ഒരു കല്യാണ നാടകമായതിനാൽ ലീഗലി ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നില്ല. താങ്ക്സ് ഗാഥ. ആര്യൻ, താങ്ക് യു. ഞങ്ങൾ വന്ന് സഹായം ചോദിച്ചപ്പോൾ കൂടെ വരാൻ തോന്നിയല്ലോ, പാർത്ഥി പറഞ്ഞു. ഇത് ഞങ്ങളെ കടമയല്ലേ സാർ. എൻ്റെ ജീവിതം നശിപ്പിച്ച പോലെ ഒരു കുട്ടിയുടെ കൂടെ ഇനി നശിക്കരുതെന്ന് തോന്നി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. അത് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. തറവാട്ടിലുള്ളവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. കാര്യങ്ങൾ അതോടെ അവസാനിക്കുന്നില്ല. ദത്തൻ തൻ്റെ കയ്യിലെ ബെൽറ്റ് ചുരുട്ടിക്കൊണ്ട് വീണ്ടും അവൻ്റെ അരികിലേക്ക് നടന്നു. അഭി പേടിയോടെ പിന്നിലേക്ക് നീങ്ങിയെങ്കിലും ചുമരി തട്ടി വീണു. പാർവതി പറഞ്ഞിട്ടാണോ നീ പറഞ്ഞ ഉപദ്രവിച്ചേ? അല്ല, ഞാനാ ചെയ്തേ. ദത്തൻ ബെൽറ്റ് കൊണ്ട് അടിക്കാൻ ഓങ്ങും മുന്നേ അഭി പറഞ്ഞു. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ദത്തൻ കയ്യിലെ ബെൽറ്റ് താഴേക്ക് വലിച്ചെറിഞ്ഞു. അബിയെ താഴെ നിന്ന് എണീപ്പിച്ച് ചെയറിലേക്ക് എത്തി. അടി കൊള്ളാൻ അബിയുടെ ശരീരത്തിൽ ഒരിടം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. വെള്ളം അവൻ വേദന കൊണ്ട് അലറി. അത് കേട്ട് ചെവി പൊത്തിപ്പിടിച്ച് നിമ്മി റൂമിലേക്ക് ഓടി. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്ന ഭയത്തിൽ അമ്മയും ചെറിയമ്മയും മാലതി അവൾക്ക് പിന്നാലെ ഓടി. വെള്ളം അബി എല്ലാവരെയും നോക്കി പറഞ്ഞെങ്കിലും ആരും ഒരടി നീങ്ങിയില്ല. ദത്തൻ എണീറ്റ് ഡൈനിങ് ടേബിളിലെ ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അബി വേഗത്തിൽ പകുതിയോളം വെള്ളം കുടിച്ച് തീർത്തു. കുപ്പി ദത്തന് തിരികെ നൽകി. അറിയോ ഓക്കെ അഭിജിത്ത്? ദത്തൻ ചോദിച്ചതും അവൻ തലയാട്ടി. അത് കണ്ട് ദത്തൻ കയ്യിലിരുന്ന ബോട്ടിലെ ബാക്കി വെള്ളം അവൻ്റെ മേലേക്ക് ഒഴിച്ചു. അടികൊണ്ട ഭാഗത്ത് വെള്ളം വീണതും അവിടെ നീറിപ്പുകഞ്ഞുകൊണ്ട് അഭിജിത്ത് അലറി വിളിച്ചു. അതേസമയം ദത്തൻ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അഭിജിത്ത് ചെറിയോടെ പിന്നിലേക്ക് മറിഞ്ഞു വീണു. നീ എൻ്റെ പെണ്ണിൻ്റെ മേലെ കൈ വെക്കലടോ ദേഷുമോനെ. ഈ കൈ കൊണ്ടല്ലേ നീ അവളെ തൊട്ടെ? ദത്തൻ അവൻ്റെ വലത് കൈയിൽ ആഞ്ഞു ചവിട്ടി. അമ്മേ, എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്, അബി അലറി. ഇതുപോലെ അവള് നിന്നോട് കരഞ്ഞു പറഞ്ഞിട്ടില്ലടാ. ദത്തൻ അവൻ്റെ ഇടത് കൈയിൽ ആഞ്ഞു ചവിട്ടി. അവിടെ പേടിച്ചു പോയി കാണില്ലേ?
അവൻ്റെ ഇരു കവളിലും ദത്തൻ മാറി മാറി അടിച്ചു. ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അവളെ കൊണ്ടു നടക്കണേ, അവളെ നീ വേദനിപ്പിച്ചില്ലേ? ദത്തൻ ഒരു ദാക്ഷിണ്യമില്ലാതെ അവനെ ചവിട്ടിക്കൂട്ടി. മതി ദേവ, ഇനിയും തല്ലി അവൻ ചത്തുപോവും. എന്നാൽ അതൊന്നും ദത്തൻ കേട്ടില്ല. സ്ത്രീയും പാർത്തി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ദത്തൻ അടങ്ങിയിരുന്നില്ല. തൻ്റെ വയറിലൂടെ 2 കൈകൾ ചുറ്റിപ്പിടിച്ചും അബിയെ ചവിട്ടാൻ ആഞ്ഞ ദത്തൻ്റെ കാൽ നിശ്ചലമായി. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് ദേഷ്യം സ്വയം നിയന്ത്രിച്ച് പിന്നിലേക്ക് നീങ്ങി. ഇനി നീ ഞങ്ങളുടെ കൺമുന്നിലെങ്ങാനും വന്ന അന്ന് നിന്റെ അന്ത്യമായിരിക്കും. ദേവദത്തനെ പറയുന്നേ. അവൻ അബിയെ നോക്കി കൈ ചൂണ്ടി പറഞ്ഞു. ഓർത്തി, ഈ ദേഷ്യം മോനെ എൻ്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോ. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇയാളാണ് എന്നിവിടെ കിടന്ന് ചിലക്കാതെ ജീവൻ വേണമെങ്കിൽ എണീറ്റ് പോടാ. ചന്ദ്രശേഖരനെ ചൂണ്ടിക്കൊണ്ട് എന്തോ പറയാൻ നിന്ന് അബിയെ ദത്തൻ തടഞ്ഞു. പാർത്തി അബിയെ താഴെ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് നടന്നു. പാർത്തി തന്നെ ജീപ്പിലേക്ക് കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന പാർവതിയും ചേർത്ത് പിടിച്ച് ധ്രുവിയും റൂമിലേക്ക് പോയി. ദത്തൻ മുഖം മർത്തി തുടച്ച് നേരെ സെറ്റിയിലേക്ക് ഇരുന്നു. തല താങ്ങി കുനിഞ്ഞിരിക്കുന്ന ദത്തനെ നോക്കി എല്ലാവരും അവരുടെ റൂമുകളിലേക്ക് പോയി. വർണ്ണ ദത്തൻ്റെ തോളിൽ കൈവച്ചതും ദത്തൻ തല ഉയർത്തി അവളെ നോക്കി. വർണ്ണയുടെ കരഞ്ഞു ഉയർത്ത മുഖം കാണുന്നവരും ദത്തൻ്റെ ദേഷ്യം വർദ്ധിച്ചിരുന്നു. അവൻ്റെ ചുവപ്പ് പടർന്ന കണ്ണുകളിൽ ഒന്ന് കുനിഞ്ഞു വർണ്ണ ഉമ്മ വെച്ചു. സെറ്റിയിലിരുന്ന ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കണ്ണടച്ചു. വർണ്ണ അവൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. അന്നത്തെ ദിവസം പാലക്കെ തലവാറ ആകെ മൂകമായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ദേവൻ തന്നെ ഒന്നും ചെയ്തില്ല എന്ന സംശയം ചന്ദ്രശേഖരൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അയാൾ അത് പുറത്ത് കാണിച്ചില്ല. വൈകുന്നേരം ധ്രുവി വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും മൗനമായിരുന്നു. നിമ്മി റൂമിൽ നിന്നും ഇറങ്ങാൻ പോലും കൂട്ടാക്കിയില്ല. അവസാനം പാർവതി വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ഭക്ഷണം കഴിക്കാൻ വന്ന് ഇരുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഭദ്രയും ശീലവും വെറുതെ ടിവിക്ക് മുന്നിൽ വന്നിരുന്നു. രണ്ടുപേരും സെറ്റിയുടെ രണ്ടറ്റത്തായാണ് ഇരിക്കുന്നത്. ടിവിയിലാണ് നോക്കുന്നതെങ്കിലും മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. തങ്ങളുടെ ഇടയിൽ ആരോ വന്നിരുന്നതായി തോന്നിയെങ്കിലും ശീലവും ഭദ്രനും തല ചരിച്ചു നോക്കി. അവർ ഇരുവരും ഒരു കരച്ചിലോടെ അവളെ കെട്ടിപ്പിടിച്ചു. വർണ്ണയ്ക്കും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. വർണ്ണയെ നോക്കി താഴെ വന്നിരുന്ന ദത്തൻ കാണുന്ന കെട്ടിപ്പിടിച്ച് കരയുന്ന 3 പേരെയാണ്. ദത്തൻ അവരെ 3 പേരെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. അവനെ കണ്ട് 3 പേരും കരച്ചിൽ നിർത്തി. സീരിയല് കണ്ട് 3 പേര് ഇരുന്ന് കരയാണോ? ദത്തൻ ടിവിയിലേക്ക് നോക്കി ചോദിച്ചപ്പോഴാണ് അവരും ടിവിയിൽ സീരിയലാണ് വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചത്. എന്തിനങ്ങനെ കരയണേ? എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? എല്ലാം പഴയ പോലെ, പിന്നെ എന്തിനാ കരയണേ? 3 പേരെയും കൈകൾ തൻ്റെ ഉള്ളം കൈയിലേക്ക് വെച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. 3 പേർക്കും മൗനമായിരുന്നു മറുപടി. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ. നാളെ മുതൽ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ 3നും ഒരുമിച്ച് ഇരുത്തി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പം പിന്നെ നിങ്ങൾക്ക് കരയാൻ പോയിട്ടൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കൂടെ പറ്റില്ല. അത് വേണോ? അയ്യോ വേണ്ട. 3 പേരും ഒരേ തരത്തിൽ പറഞ്ഞു. ദത്തൻ ചിരിച്ചു. എന്നാ ഏട്ടൻ്റെ കുട്ടികൾ പോയി കിടന്നോ, നാളെ ക്ലാസ്സിൽ പോകണ്ടേ? പിന്നെ നിങ്ങൾ പാറുവിൻ്റെ കൂടെ കിടന്നാൽ മതി, ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ. ഭദ്രൻ ശീലം തലയാട്ടിക്കൊണ്ട് പാർവതിയുടെ റൂമിലേക്ക് നടന്നു. എൻ്റെ കുഞ്ചെന്ന് എത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ? അല്ലടാ, അവിടെ ചെറിയമ്മയും അമ്മയും മാലതി ആൻറ്റിയൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടി വാ, നമുക്ക് കിടക്കാം. വർണ്ണയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ദത്തൻ റൂമിലേക്ക് നടന്നു. ദത്തൻ ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോൾ വർണ്ണ ബെഡിൽ കിടന്ന് എന്തോ ആലോചനയിലായിരുന്നു. ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് അവളുടെ അരികിൽ വന്ന് കിടന്നു. വർണ്ണ അറിഞ്ഞില്ല. ദത്തൻ അവളുടെ കവളിയിലായി പതിയെ കടിച്ചതും വർണ്ണ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. എന്താ എത്ര ആലോചന?
കുഞ്ഞേ അദ്ദേഹത്തിന് അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ഒന്നുമില്ല തത്ത. കുറച്ചു നേരം അവർക്ക് ഇടയിൽ ഒരു മൗനം നിലനിന്നു. കുഞ്ഞേ, ഒരുപാട് പേടിച്ചു പോയോടാ. അവൻ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. പിന്നെ നീ എന്തൊക്കെയാടാ ഈ പറയണേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടും. അല്ലാതെ എൻ്റെ കുട്ടി വേറെ ഒന്നും ചിന്തിക്കരുത്. ദത്ത, എന്നെ ഒന്ന് ഇറക്കി കെട്ടിപ്പിടിക്കുകയോ? അവൾ ചെറിയ കുട്ടി പോലെ ചോദിച്ചതും അവൻ തൻ്റെ ടീഷർട്ടിൻ്റെ ഉള്ളിലൂടെ വർണ്ണ ഉള്ളിലേക്ക് കയറ്റി ഇറുക്കിയെ പുണർന്നു. വർണ്ണ അവൻ്റെ കവളിലായി തൻ്റെ കൈകൾ വെച്ചു. എന്താടാ? ദത്തൻ അവളുടെ മുഖമെടുത്ത് ഉള്ളം കയ്യിൽ ഉമ്മ വെച്ചു. ഒന്നുമില്ല. അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് വർണ്ണ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ. താങ്ക് യു.